മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ SFIO അന്വേഷണം തടയാൻ പോയി ഹൈക്കോടതിയിലും നാണം കെട്ടിരിക്കുകയാണ് സർക്കാർ. SFIO അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ട് KSIDC നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. SFIO ഓർഡർ ഒന്നും തരാതെയാണ് പരിശോധന നടത്തുന്നതെന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. ഈ ഹർജിയാണ് പരാമർശങ്ങളോടെ കോടതി തള്ളിക്കളഞ്ഞത്. അതായത് കോടതി ചോദിച്ചത് ഇങ്ങനെയാണ്: എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്ന് കോടതി വ്യക്തമായി ചോദിച്ചു. ഒന്നും ഒളിക്കാനില്ല എന്ന് KSIDC അഭിഭാഷകനും പറഞ്ഞു. പിന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് എന്നാണ് കോടതിയുടെ ചോദ്യം. രേഖകൾ കൊടുക്കാനും കൊടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമില്ലേ എന്നും കോടതി ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുറപ്പായതോടെയാണ് ഹൈക്കോടതിയിൽ ഹർജിയുമായി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വകുപ്പ് എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഓർഡർ ഒന്നും തരാതെയാണ് പരിശോധന നടത്തുന്നത് എന്നായിരുന്നു ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. എന്തിനാണ് ഒരുപാട് ആശങ്കപ്പെടുന്നത്? ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനു ഭയക്കണമെന്ന് KSIDCയോട് കോടതി ചോദിച്ചു. എന്നാൽ നാളെയും മറ്റന്നാളും പരിശോധന ഉണ്ടെന്നറിവെന്നായിരുന്നു KSIDCയുടെ മറുപടി. ഹർജി തള്ളിയ കോടതി 12-ന് വീണ്ടും ഇത് പരിഗണിക്കും. KSIDCയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ 4 ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് KSIDC. നേരത്തെ CMRLന്റെ ആലുവ ഓഫീസിലും സംഘം പരിശോധന നടത്തിയിരുന്നു. വീണയുടെ എക്സാലോജിക് കമ്പനിക്കെതിരായ പരാതിയാണ് വൻ സാമ്പത്തിക വഞ്ചനാ കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തിരിക്കുന്നത്. വീണയുടെ കമ്പനി കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് കൈപ്പറ്റിയ പണത്തിന്റെ ഇടപാടിനെ ചൊല്ലിയാണ് ആദായനികുതി വകുപ്പ് സംശയമുന്നയിക്കുകയും പിന്നീട് രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണത്തിന് കൈമാറുകയും ചെയ്തത്. വീണ വിജയൻ മാസപ്പടി വാങ്ങിയതടക്കമുള്ള പരാതികളാണ് SFIO അന്വേഷിക്കുക. പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമുള്ള ഏജൻസിയാണിത്. എക്സാലോജിക്കും കരിമണൽ കമ്പനി CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് SFIO പ്രധാനമായും അന്വേഷിക്കുന്നത്. അതേസമയം മകൾക്കെതിരായ SFIO അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണെന്ന വിലയിരുത്തലാണ് CPM. അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് CPM സെക്രട്ടേറിയറ്റ് തീരുമാനം. ആദായനികുതി ഇൻട്രിയം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ 2 കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടാണെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള CPM പിന്തുണ. കരാറിൽ ROC ഗുരുതര ക്രമക്കേട് കണ്ടെത്തി അന്വേഷണം SFIO ഏറ്റെടുത്തപ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടി ശക്തമായ പ്രതിരോധം തീർക്കുകയാണ്. എക്സാലോജിക് CMRL ഇടപാടിലെ കണ്ടെത്തലുകൾ അടക്കമുള്ള ചോദ്യങ്ങൾക്കെല്ലാം രാഷ്ട്രീയ പ്രേരിത നീക്കമെന്ന ഒറ്റ മറുപടിയാണ് പാർട്ടിക്കുള്ളത്. കേന്ദ്ര ഏജൻസിക്കെതിരെ രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കും. വീണയ്ക്കോ KSIDCക്കോ നോട്ടീസ് ലഭിച്ചാൽ നിയമപരമായി ചോദ്യം ചെയ്യാനാണ് പാർട്ടി നീക്കം.